പാലിയേക്കര ടോൾ വിലക്ക് ഹൈക്കോടതി വീണ്ടും ഇന്ന് പരിഗണിക്കും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാട് ഇന്ന് അറിയിക്കും. തൃശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം. SKN കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും കോടതി വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ടോൾ പിരിവ് അനുവദിക്കണമെന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം നിരാകരിച്ച കോടതി പറഞ്ഞത് ആദ്യം ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ സഞ്ചരിക്കാൻ അവസരമുണ്ടാകട്ടെ, അതിനുശേഷമാകാം ടോൾ എന്നുള്ള നിലപാടാണ് എടുത്തത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നിലപാട് അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് സമിതിയാണ് ആ റോഡിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു, ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കോടതി അറിയിച്ചത്. ഏതായാലും കോടതിയുടെ ശക്തമായ നിലപാടാണ് ടോൾ പിരിവ് അനുവദിക്കാത്തതും റോഡ് നന്നാക്കേണ്ട അവസ്ഥയിലേക്ക് കരാർ കമ്പനിയെയും കേന്ദ്ര സർക്കാരിനെയും ഈ വിഷയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ എന്ത് ആകും അറിയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിവ് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ റോഡിലെ ഗതാഗതം ശരിയായോ എന്ന് കളക്ടർ നൽകുന്ന റിപ്പോർട്ടാകും കോടതി നോക്കുക. കോടതിയും ഈ വിഷയം നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ വിഷയം കോടതിയിൽ വരുമ്പോൾ കോടതി ശരിയായ രീതിയിൽ മാത്രമാണ് ആ റോഡിലെ കാര്യങ്ങളെങ്കിൽ മാത്രമാകും ടോൾ പിരിവിന് അനുമതി നൽകുക. SKN. താങ്ക് യു ശ്യാംകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.